സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി മുരളീധരൻ. മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാവാണ്. മുൻ മുഖ്യമന്ത്രി കൂടിയായ കരുണാകരന്റെ മകനായ അദ്ദേഹം ശക്തമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നു. 1957 മെയ് 14 ജനിച്ച അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ രാഷ്ട്രീയ ചർച്ചകളും പൊതുപ്രവർത്തനങ്ങളും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നത്. ഈ പശ്ചാത്തലമാണ് മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അടിത്തറയായത്. കോൺഗ്രസ് പാർട്ടിയിൽ സേവാദാൽ പ്രവർത്തകനായി അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. തുടക്കത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന മുരളീധരൻ പിന്നീട് ജില്ലാ ചെയർമാനായും കേരള സംസ്ഥാന സേവാദാൽ ചീഫുമായും ഉയർന്നു. ഈ ഘട്ടം അദ്ദേഹത്തിന് ശക്തമായ സംഘടനാശേഷിയും നേതൃഗുണങ്ങളും വളർത്താൻ സഹായിച്ചു. പിന്നീട് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായി. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പലതവണ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 1989 CPM നേതാവ് EK ഇമ്പിച്ചി ബാവയെ തോൽപ്പിച്ച് ആദ്യമായി പാർലമെന്റ് അംഗമായി. പിന്നീട് 1991 99 വീണ്ടും കോഴിക്കോട് നിന്നും വിജയിച്ചു. MP വീരേന്ദ്രകുമാർ, CM ഇബ്രാഹിം തുടങ്ങിയ പ്രമുഖരെ തോൽപ്പിച്ച് അദ്ദേഹം ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യം സ്ഥാപിച്ചു. പിന്നീട് 2019 വടകര മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ വിജയങ്ങളും പരാജയങ്ങളും ചേർന്നതാണ് അദ്ദേഹത്തിന്റെ ദീർഘമായ രാഷ്ട്രീയ യാത്ര. കേരള നിയമസഭാ രാഷ്ട്രീയത്തിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. 2011 16 വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഉറച്ച ജനപിന്തുണ നേടി. പിന്നീട് 2026 വീണ്ടും വിജയിച്ച് തന്റെ രാഷ്ട്രീയ സ്വാധീനം നിലനിർത്തി. 2004 AK ആന്റണി മന്ത്രിസഭയിൽ മുരളീധരൻ വൈദ്യുതി മന്ത്രിയായി നിയമിതനായി. എന്നാൽ അന്ന് അദ്ദേഹം MLA അല്ലാത്ത നിലയിൽ മന്ത്രിയായത് പ്രത്യേക സംഭവമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതുണ്ടായിരുന്നെങ്കിലും പരാജയപ്പെട്ടതിനാൽ മുരളീധരൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഈ സംഭവം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി മാറി. കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, പിന്നീട് KPCC പ്രസിഡന്റ് എന്നീ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചു. KPCC പ്രസിഡന്റായി പ്രവർത്തിച്ച കാലത്ത് പാർട്ടി സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിലും പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. രാഷ്ട്രീയ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം പാർട്ടി വിട്ട് DIC-Kയിലും പിന്നീട് NCPയിലും പ്രവർത്തിച്ചു. പിന്നീട് അദ്ദേഹം വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങി പാർട്ടിയുടെ മുഖ്യധാരയിൽ ശക്തമായി തിരിച്ചെത്തി. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ശക്തമായ പ്രതികരണ ശൈലിയിലും വേഗത്തിലുള്ള മറുപടികളിലും സംഘടനാ കഴിവിലും പ്രശസ്തനാണ്. തെരഞ്ഞെടുപ്പ് വിജയങ്ങളും പരാജയങ്ങളും അനുഭവിച്ചിട്ടും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സ്ഥിരമായ സാന്നിധ്യമായി തുടരുന്നു. കുടുംബ പാരമ്പര്യത്തിന്റെ ബലം നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വതന്ത്രമായ രാഷ്ട്രീയ വ്യക്തിത്വം രൂപപ്പെടുത്തിയ നേതാവാണ് അദ്ദേഹം. കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചെത്തിയതോടെ മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതം വീണ്ടും ശക്തമായ വഴിയിലേക്ക് പ്രവേശിച്ചു. കരുണാകരന്റെ മരണത്തിനു ശേഷം അദ്ദേഹം കോൺഗ്രസിൽ പൂർണ്ണമായും വീണ്ടും സജീവമായി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവ് ഉറപ്പായി. ഈ വിജയം മുരളീധരന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ശക്തമായ സ്ഥാനം നൽകുകയും കോൺഗ്രസിലെ പ്രധാന നേതാക്കളിൽ ഒരാളായി ഉയരുകയും ചെയ്തു. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവിൽ നിന്ന് അദ്ദേഹം വീണ്ടും വിജയിച്ചു. ഈ വിജയം അദ്ദേഹത്തിന്റെ ജനപിന്തുണയും മണ്ഡലത്തിലെ ശക്തമായ രാഷ്ട്രീയ സ്വാധീനവും വ്യക്തമാക്കുന്നതായിരുന്നു. ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ BJP നേതാവ് കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ച് അദ്ദേഹം ശ്രദ്ധേയമായ വിജയം നേടി. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിലെ സംഘടനാ പ്രവർത്തനങ്ങളിലും നയരൂപീകരണ ചർച്ചകളിലും സജീവ പങ്കുവഹിച്ചു. 2019 മുരളീധരൻ വീണ്ടും ലോക്സഭാ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തി. വടകര മണ്ഡലത്തിൽ നിന്ന് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. CPM നേതാവ് P ജയരാജനെ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച ഈ വിജയം കേരള രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ നേടിയ സംഭവമായിരുന്നു. ദേശീയ തലത്തിൽ പാർലമെന്റിൽ അദ്ദേഹം കോൺഗ്രസിന്റെ ശക്തമായ ശബ്ദമായി പ്രവർത്തിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു.
പരാജയപ്പെട്ടു. എങ്കിലും രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും തുടർന്നു. കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ശാക്തീകരണത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു. 2026 വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും വിജയിച്ച് കെ മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്റെ ശക്തമായ തിരിച്ചുവരവ് ഉറപ്പിച്ചു. ഈ വിജയം അദ്ദേഹത്തിന്റെ ദീർഘകാല രാഷ്ട്രീയ അനുഭവവും ജനങ്ങളുമായുള്ള ബന്ധവും വീണ്ടും തെളിയിച്ചു. ഇന്നത്തെ നിലയിൽ ശക്തമായ സംവാദ ശൈലിയിലും സംഘടനാ കഴിവിലും പ്രശസ്തനായ ഒരു നേതാവായി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തുടർന്നും സജീവമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ അദ്ദേഹം ജനപ്രതിനിധി എന്ന നിലയിലും സംഘടനാ നേതാവ് എന്ന നിലയിലും ഇപ്പോഴും നിർണായക പങ്ക് വഹിക്കുന്നു.